ആൻസറിങ് ഡെന്റൽ ക്വസ്റ്റ്യൻസ് പാർട്ട് 2. asymmetrical jawline issue. ഏസിമെട്രിക്കൽ ജോലൈൻ ഇഷ്യൂ എന്ന് മാത്രം ഇട്ട് കഴിഞ്ഞാൽ അതൊരു ക്വസ്റ്റ്യൻ അല്ല, അത് സ്റ്റേറ്റ്മെന്റ് ആണ്. ഏസിമെട്രി ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് സർജിക്കലായിട്ടും നോൺ സർജിക്കലായിട്ടും അവൈലബിൾ ആണ്. വെനീസും കോമ്പോസിറ്റ്സും യൂസ് ചെയ്യുകയാണെങ്കിൽ ഓവർ പീരീഡ് ഓഫ് ഇയേഴ്സ് നമുക്ക് ടീറ്റിന്റെ ഹെൽത്തിന് എന്തെങ്കിലും വരുമോ? വളരെ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്തേക്കുന്ന ട്രീറ്റ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ വെനിയേഴ്സോ ക്രൗൺസോ ചെയ്തുകൊണ്ട് എത്ര നാൾ കഴിഞ്ഞാലും അങ്ങനെ പ്രശ്നം ഉണ്ടാവേണ്ട കാര്യമില്ല. പക്ഷെ വെനിയേഴ്സും ക്രൗൺസും ചെയ്തേക്കുന്ന പല്ലുകളിൽ കേട് വരാൻ പാടില്ല എന്നൊന്നുമില്ല. കേട് സൂക്ഷിക്കാതിരുന്നു കഴിഞ്ഞാൽ കേട് വരാൻ ഉള്ള സാധാരണ പല്ല് പോലെ തന്നെ അതിന് കേട് വരുന്നതിന് പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. കമ്പിയിട്ടതിന് ശേഷം എന്റെ പല്ലിനൊരു യെല്ലോ ഷെയ്ഡ് വരുന്നുണ്ട്, അതിനെന്താ സൊല്യൂഷൻ ഉള്ളത്? ക്ലീനിങ്, പോളിഷിങ്, അതിന് ശേഷം വൈറ്റനിങ്, അങ്ങനത്തെ മൊഡാലിറ്റീസ് ട്രൈ ചെയ്യാവുന്നതാണ്. വെനീസ് നമുക്ക് ടെമ്പററി ആയിട്ട് ചെയ്യാൻ പറ്റുമോ? വെനിയേഴ്സ് ടെമ്പററി ആയിട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ കോമ്പോസിറ്റ് യൂസ് ചെയ്തുകൊണ്ട് ക്വിക്കായിട്ട് കുറച്ച് നാളത്തേക്ക് വേണമെങ്കിൽ നമുക്ക് ഒരു കോമ്പോസിറ്റ് വെനിയറിങ് ചെയ്യാം. പെർമനന്റ് നമ്മൾ എപ്പോഴും ഉദ്ദേശിക്കുന്നത് ഒരു പോർസിലെയിൻ വെനിയർ യൂസ് ചെയ്യുമ്പോഴായിരിക്കും. കാരണം കുറച്ച് നാൾക്ക് ശേഷം കോമ്പോസിറ്റ്സിന്റെ കളർ ചേഞ്ചസ് വരാറുണ്ട്. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കുറെ ലോങ് ടേമിന് യൂസ് ചെയ്യാൻ പറ്റും. റീറ്റൈനേഴ്സ് മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണോ? കാരണം ഭയങ്കര ഇൻകൺവീനിയന്റ് ആണ് യൂസ് ചെയ്യാനായിട്ട്. റീറ്റൈനേഴ്സ് നമ്മൾ എത്ര ലോങ് ആയിട്ട് യൂസ് ചെയ്യുന്നോ അത്രയും ബെനിഫിഷ്യൽ ആണ് ഉണ്ടാകുന്നത്. ഇപ്പൊ നമുക്ക് ഇൻകൺവീനിയന്റ് ആയിട്ടുള്ള ഒരു റീറ്റൈനർ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ടൈപ്പ് ഓഫ് റീറ്റൈനർ ഒന്ന് മാറ്റി നോക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഹോളി സപ്ലൈൻസ് ആണ് വെക്കുന്നെങ്കിൽ അതിന് പകരം നമുക്കൊരു S6 റീറ്റൈനർ ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ യു ക്യാൻ ട്രൈ ദാറ്റ്.